ഇനി ഞാൻ എൻ്റെ ഇടയിൽ ഒന്നും കൂടി പറയാൻ ഉദ്ദേശിച്ചിരുന്നു. പിന്നെ നേരത്തെ നമ്മൾ ഉലഹിയത്തിന് ആ ഉലഹിയത്ത് മൃഗത്തിൻ്റെ വയസ്സ് പറഞ്ഞല്ലോ, വയസ്സ് നേരത്തെ പറഞ്ഞില്ലേ. ആ വയസ്സ് നിർബന്ധം എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്താന്ന് നോക്കണം. ചില ആൾക്കാരുണ്ടാവും വീട്ടിൽ പശു പ്രസവിച്ചപ്പോൾ, ഒരു മൂരിക്കുട്ടനെ പ്രസവിച്ചപ്പോൾ, ഒരു പോത്തുകുട്ടനെ പ്രസവിച്ചപ്പോൾ നേർച്ചാക്കി ഉണ്ടാവും. നേർച്ച എന്ന് പറഞ്ഞാൽ മനസ്സ് കരുതിയതൊന്നും ഉണ്ടാവില്ല, നേർച്ച ആകൂല. നേർച്ചയ്ക്ക് ഏത് വേണം? തലഫുദ് വേണം. അപ്പം നേർച്ചാക്കിക്കണമെന്നൊക്കെ ചോദിക്കുന്നവരോട് വേണമെങ്കിൽ നമുക്കൊന്ന് അന്വേഷിക്കാം, നിങ്ങൾ എങ്ങനെ നേർച്ചാക്കിയത്, നിങ്ങൾ നേർച്ചയുടെ വാചകം പറഞ്ഞോ, അതോ മനസ്സിൽ കരുതിയത് മാത്രം. അപ്പം മനസ്സിൽ കരുതൽ മാത്രമേ ഉണ്ടായിട്ടുള്ളെങ്കിൽ നമ്മളിപ്പോൾ ഈ പറഞ്ഞ നെതിറിൻ്റെ ഈ നിർബന്ധ വിധിയൊന്നും ഉണ്ടാകൂല. ഏതായാലും കൃത്യമായ രൂപത്തിൽ നേർച്ച തന്നെ ആക്കിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഈ കാളക്കുട്ടിനെ അല്ലെങ്കിൽ പോത്തുംകുട്ടിനെ ഉദയത്തറക്കാൻ നേർച്ചാക്കിയെന്ന് പറഞ്ഞ് അതിൻ്റെ ശേഷം വലിയ പെരുന്നാൾ വന്നു. അപ്പോത്തിന് ഇതിന് എന്തായിട്ടില്ല, 2 വയസ്സായിട്ടില്ല. ഈ പെരക്കാർ പറയും, ഉസ്താദേ ഇതിന് പെരയിൽ തീറ്റിപ്പോറ്റാൻ വയ്യ. നമ്മളോടൊക്കെ പലരും പറയുന്നതാണ് തീറ്റിപ്പോറ്റാൻ വയ്യ, അതാണെങ്കിൽ കുത്തിയിട്ടും ചവിട്ടിയിട്ടും. അപ്പോൾ അതിനിക്കൊല്ലം തന്നെ അർത്ഥം കൊടുക്കാൻ പറ്റുമോ എന്ന് ചില ഉസ്താദ്മാരോട് ചോദിക്കും. ചിലർ പറയും ഇല്ല, അതിന് 2 വയസ്സായിട്ടില്ലല്ലോ, അവിടെ കൊല്ലം അർത്ഥം കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അയാൾ ചോദിക്കും ഇത് വിറ്റിട്ട് വേറെ ഒന്നിനെ വാങ്ങി അർത്ഥം കൊടുത്താൽ പറ്റുമോ? ചിലർ പറ്റുമെന്നറിയും, ചിലരാവും പറ്റൂല എന്നറിയും. സത്യത്തിൽ ആ മസലൊന്നും ശരിയല്ല. അവിടെ പറയേണ്ടത് അതിനെ നിങ്ങൾ ഈ വർഷം തന്നെ ഉദഹിയത്ത് അറുത്ത് കൊടുക്കേണ്ടതാണ്, ഈ വർഷം തന്നെ അറുത്ത് കൊടുക്കൽ നിർബന്ധമാണ് എന്ന് പറഞ്ഞാൽ ഒരു നിശ്ചിത മൃഗത്തെ ഉദഹിയത്ത് അറുത്ത് കൊടുക്കാൻ നേർച്ചയാക്കിയാൽ, ഒരു നിശ്ചിത മൃഗത്തെ ഉദഹിയത്ത് അറുത്ത് കൊടുക്കാൻ നേർച്ചയാക്കിയാൽ നേർച്ചയ്ക്ക് ശേഷം വരുന്ന, ഞാൻ ചിലതൊന്നും അതിൻ്റെ മഫ്ഹൂമും കൈതുദ്ദേശിച്ചുകൊണ്ടല്ല പറയുന്നത്, ഈ വിഷയം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തണം എന്നതുകൊണ്ടാണ്. പൊതുവെ ഉദഹിയത്ത് നേർച്ചയാക്കിയാൽ അത് ഫൗരിയാണ് എന്നും ഉദയത്തിന് ശേഷം വരുന്ന ആദ്യ ബലിപെരുന്നാളിനോടനുബന്ധിച്ച് തന്നെ അറവ് നടത്തൽ നിർബന്ധമാണെന്നും സാമ്പത്തിക ശേഷി ഉണ്ടെങ്കിൽ പിന്നെ പിന്തിച്ചു വെക്കാൻ പാടില്ല എന്നുമാണ് മസാല. അത് നെതിർ മുഅയ്യനാണെങ്കിലും ഫിസിമ്മത്താണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഏതൽപ്പം പറയും, ഒരു നിശ്ചിത മൃഗത്തെ ഉദഹിയത്ത് അറവ് നേർച്ചയാക്കിയാൽ നേർച്ചയ്ക്ക് ശേഷം വരുന്ന ആദ്യ ബലിപെരുന്നാളിനോടനുബന്ധിച്ച് അതിനെ അറിവ് നടത്തൽ നിർബന്ധമാണ്. അടുത്ത വർഷത്തേക്ക് വയസ്സ് തികയാൻ വേണ്ടി കാത്തിരിക്കാൻ പാടില്ല, കാത്തിരിപ്പ് ഹറാമാണ്. അഥവാ ഇനി ആ ബലിപെരുന്നാൾ ഈ മസല അറിയാത്തതുകൊണ്ട് അറിവ് നടത്തിയില്ല, ദുൽഹജ്ജ് 20-ൻ്റെ അന്നാണ് അയാൾ എൻ്റെ അടുത്ത് എത്തിയത്, അപ്പോഴാണ് ഈ മസല കൃത്യമായിട്ട് അറിഞ്ഞത്, എന്നാൽ അയാൾ ആ ദുൽഹജ്ജ് 20-ൻ്റെ അന്ന് അർത്ഥം കൊടുക്കൽ എന്ത് പറ്റൂല, സമയം തെറ്റിയതുകൊണ്ട് ഖളാ ആയി പോകുമെന്നാണ്. ഇത് പലർക്കും അബദ്ധം പറ്റുന്നൊരു വിഷയമാണ്. പണ്ടിൻ്റെ അടുത്ത് വന്നൊരു വൈദ്യകുട്ടിയാക്കാൻ ഉസ്താദ് ഞാൻ കുടുങ്ങിയല്ലോ എന്ന്. അതെന്തെന്ന് വെച്ചാൽ അപ്പോൾ അതാണ് ഒരു മൂരിക്കുട്ടിനെ ഉലഹിയത്ത് അറക്കാൻ നേർച്ചയാക്കിയിരുന്നു. അതിപ്പോൾ ചവിട്ടിയിട്ടും കുത്തിയിട്ടും ആയിട്ട് നിൽക്കാൻ വയ്യ.